ഓം നമോ ഭഗവതേ വാസുദേവായ. സംസ്കാരം സംഘടനാ സേവ ശ്രീ പതഞ്ജലി യോഗ ശിക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഭക്തി നിർഭരമായ ഭഗവത്ഗീത പാരായണ ക്ലാസ്സിലേക്ക് എല്ലാ പ്രമുഖരെയും യോഗ ബന്ധുക്കളെയും ആദരപൂർവം ഭക്തിപൂർവം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മള് അധ്യായം 13 ക്ഷേത്രജ്ഞ വിഭാഗ യോഗം എന്ന അധ്യായമാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഷെഡ്യൂൾ ഒന്ന് വായിക്കാം. ആദ്യം ധ്യാന ശ്ലോകം ചൊല്ലുന്നത് ധാത്രി ദേവി അക്ക. ചാൻഡിങ് റിവിഷൻ 16, 17, 18 ബിനി അക്ക. 19, 20, 21 ഇ വി നായരണ്ണ. 22, 23, 24 ലത ദിവാകർ അക്ക. ചാൻഡിങ് ഗൈഡൻസ് ഗംഗ ആർ അക്ക. ശ്ലോകം 25, 26, 27 റിപ്പീറ്റേഷൻ ചാൻഡിങ് ചെയ്യുന്നത് പ്രമീള ബി അക്ക. എക്സ്പ്ലനേഷൻ ഗിരിജ ആർ അക്ക. ശ്ലോകം 28, 29, 30 റിപ്പീറ്റേഷൻ ചാൻഡിങ് ചെയ്യുന്നത് വസുമതി അക്ക. എക്സ്പ്ലനേഷൻ ചെയ്യുന്നത് ജയരാജ അണ്ണ. ശ്ലോകം 31, 32, 33, 34 റിപ്പീറ്റേഷൻ ഓഫ് ചാൻഡിങ് ദേവകി അക്ക. എക്സ്പ്ലനേഷൻ സിന്ധു അനന്തു അക്ക. ബാക്കപ്പ് ആയിട്ടുള്ള രമാക്ക. പിന്നെ എക്സ്പ്ലനേഷന് പ്രീജിതക്ക. എല്ലാവരെയും ഭക്തിപൂർവ്വം സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആദ്യം ധ്യാന ശ്ലോകം ധാത്രി ദേവി അക്ക. ഹരിയോം. ഹരിയോം. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാം നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാം മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാമനുസന്തതാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീം. നമസ്തുതേ വ്യാസവിശാലബുദ്ധേ പുല്ലാരവിന്ദായ തവത്ര നേത്ര യേന ത്വയാ ഭാരതതൈലപൂർണഃ പ്രജ്വാലിതോ ജ്ഞാനമയ പ്രദീപക. പ്രപന്നപാരിജാതായ സ്തോത്രവേത്രൈകവാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമഃ. സർവോ മനുഷ്യതോ ഗാവോ ദോക്ത ഗോപാലനന്ദന പാർത്ഥോ വത്സസുധീർഭോക്ത യുക്തം ഗീതാമൃതം മഹത്. വസുദേവസുതം ദേവം കംസജാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ഭീഷ്മദ്രോണതടാ ജയദ്രഥജല കാന്താരനീലോൽപല ശല്യഗ്രാഹവതി കൃപേണ വഹനി കർണേന വേലാകുല. അശ്വത്ഥാമ വികർണഹോരമകര ദുര്യോധനാവർത്തിനി സ്വതീർണാ ഖലു പാണ്ഡവൈരണനദി കൈവർത്തക കേശവ. പാരാശര്യവജസരോജമമലം ഗീതാർത്ഥകേന്തോത്കടം നാനാഖ്യാനക കേസരം ഹരികഥാ സംബോധനാബോധിതം. ലോകേ സജ്ജന ഷഡ്പദൈരഹരഹ പേവീയമാനം മുദ. ഭൂയാത് ഭാരത പങ്കജം കലിമല പൃഥ്വംസി ശ്രേജസേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം. യത്കൃപാതപകം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുത തുന്യന്തി ദിവ്യൈസ്തവൈ വേദൈ സാംഗപദക്രമോപനിഷദൈ ഗായന്തി യം സാമഗ. ജ്ഞാനാവസ്ഥിതദ്വ്യതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണ. ദേവായ തസ്മൈ നമഃ. ദേവായ തസ്മൈ നമഃ. ദേവായ തസ്മൈ നമഃ. ഹരിയോം. അടുത്തത് ചാൻഡിങ് റിവിഷൻ 16, 17, 18 ബിനി അക്ക. 19, 20, 21 ഇ വി നായരണ്ണ. ഹരിയോം അക്ക. ഹരിയോം. അവിഭക്തം ച ഭൂതേഷു വിഭക്തമിവ ച സ്ഥിതം ഭൂതഭർതൃ ച തജ്ഞേയം ഗ്രസിഷ്ണു പ്രഭവിഷ്ണു ച. ജ്യോതിഷാമപി തജ്ജ്യോതിസ്സത്മത്സ പരമുച്യത്തെ.
ജ്ഞാനം ജ്ഞേയം ജ്ഞാനഗമ്യം ഹൃദി സർവസ്യ വിഷ്ഠിതം. ഇതി ക്ഷേത്രം തഥാ ജ്ഞാനം ജ്ഞേയം ചോക്തം സമാസത. മദ്ഭക്ത ഏതദ് വിജ്ഞായ മദ്ഭാവായോപപദ്യത്തെ. പ്രകൃതിം പുരുഷം ചൈവ വിദ്യനാദി ഉഭാവപി വികാരാംശ്ച ഗുണാംശ്ചൈവ വിദ്ധി പ്രകൃതി സംഭവാൻ. കാര്യകാരണകർതൃത്വേ ഹേതു പ്രകൃതിരുച്യത്തെ. പുരുഷഃ സുഖദുഃഖാനാം ഭോക്തൃത്വേ ഹേതുരുച്യത്തെ. പുരുഷ പ്രകൃതിസ്ഥോ ഹി ഭുങ്ക്തേ പ്രകൃതിജാൻ ഗുണാൻ. കാരണം ഗുണസംഗോസ്യ സദാ സദ്യോന്യജന്മസു. ഉപദ്രഷ്ടാനുമന്ദാ ച ഭർത്താ ഭോക്താ മഹേശ്വരഃ പരമാത്മേതി ചാപ്യുക്തോ ദേഹേസ്മിൻ പുരുഷഃ പരാ. യ ഏവം വേത്തി പുരുഷം പ്രകൃതിം ച ഗുണൈഃ സഹ സർവദാ വർത്തമാനോപി ന സാ ഭൂയോഭിജായത്തെ. ധന്യേനാത്മനി പശ്യന്തി കേചിദാത്മന ആത്മനാ അന്യേ സാംഖ്യേന യോഗേന കർമ്മയോഗേന ചാപരേ. ഹരി ഓം. രമക്ക ഹരി ഓം. ഹരി ഹരി ഓം നമോ ഭഗവതേ വാസുദേവായ. അന്യേ ത്വേവമജാനന്തഃ ശ്രുത്വാന്യേഭ്യ ഉപാസത്തെ. അന്യേ തേവമജാനന്തഃ ശ്രുത്വാന്യേഭ്യ ഉപാസതേ. തേപി ചാദിതരന്ത്യേവ മൃത്യും ശ്രുതിപരായണാഃ. തേഭി ചാദിതരന്ത്യേവ മൃത്യും ശ്രുതിപരായണഃ. അന്യേ ത്വേവമജാനന്തഃ ശ്രുത്വാന്യേഭ്യ ഉപാസത്തെ. തേഭി ചാദിതരന്ത്യേവ മൃത്യും ശ്രുതിപരായണാഃ. അന്യേ തേവമജാനന്തഃ ശ്രുത്വാന്യേഭ്യ ഉപാസതേ. തേപി ചാദിതരന്ത്യേവ മൃത്യും ശ്രുതിപരായണഃ. അടുത്തതായി 26 ശ്ലോകം. യാവത് സംജായത്തെ കിഞ്ചിത് സത്വം സ്ഥാവരജംഗമം. യാവൽ സംജായതേ കിഞ്ചിത് സത്വം സ്ഥാവരജംഗമം. ക്ഷേത്രജ്ഞ സംയോഗാത് തദ്വിദ്ധി ഭരതർഷഭഃ. ക്ഷേത്രജ്ഞ സംയോഗാത് തദ്വിദ്ധി ഭരതർഷഭ. യാവത് സംജായതേ കിഞ്ചിത് സത്വം സ്ഥാവരജംഗമം. ക്ഷേത്രജ്ഞ സംയോഗാത് തദ്വിദ്ധി ഭരതർഷഭ. യാവൽ സംജായതേ കിഞ്ചിത് സത്വം സ്ഥാവരജംഗമം. ക്ഷേത്രജ്ഞ സംയോഗാത് തദ്വിദ്ധി ഭരതർഷഭ. അടുത്തതായി ശ്ലോകം 27. സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം. സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം. വിനശ്യൽ സ്വവിനശ്യന്തം യഃ പശ്യതി സ പശ്യതി.
വിനിശ്യൽസ്വവിനിശ്യന്തം യപശ്യതി സ പശ്യതി. സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം വിനശ്യൽ സ്വവിനശ്യന്തം യഃ പശ്യതി സ പശ്യതി. സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം വിനിശ്യൽസ്വവിനിശ്യന്തം യഃ പശ്യതി സ പശ്യതി. അടുത്തതായി നമുക്ക് വ്യാഖ്യാനം ശ്രവിക്കാം. ഹരി ഓം, നമസ്തേ. നമുക്ക് 26, 25, 26, 27 എന്നീ ശ്ലോകങ്ങളുടെ സാരാംശം നമുക്ക് ശ്രദ്ധിക്കാം. ഇവിടെ അന്യേ ത്വേവം അജാനന്തഃ, ഏവം അജാനന്തഃ, ഈ വഴികളൊന്നും അറിയാത്ത, അന്യേതു മറ്റുള്ളവരാകട്ടെ, അന്യേഭ്യഃ ശ്രുത്വാ അന്യരിൽ നിന്ന് കേട്ട്, ഉപാസതേ ഉപാസിക്കുന്നു, ശ്രുതി പരായണാ തേ അപി ശ്രവണത്തിൽ തൽപരരായവരും, മൃത്യും അതിതരന്തിയേവ മരണത്തിന് വിധേയമായ സംസാര ജീവിതത്തെ തരണം ചെയ്യുന്നു. ഇനി നമുക്ക് നോക്കാം. ധ്യാനയോഗം, ജ്ഞാനയോഗം, കർമ്മയോഗം എന്നീ മാർഗങ്ങൾ അറിയാത്ത മറ്റുള്ളവരാകട്ടെ. നമ്മളിപ്പോ കുറെ പഠിച്ചു കഴിഞ്ഞു. ധ്യാനയോഗം, ജ്ഞാനയോഗം, കർമ്മയോഗം എന്നിവയെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോ അറിയാത്ത, ഈ മാർഗങ്ങളൊന്നും അറിയാത്ത മറ്റുള്ളവരാകട്ടെ ആചാര്യന്മാരിൽ നിന്നും മറ്റു ജ്ഞാനികളിൽ നിന്നും ഭഗവത് തത്വം കേട്ട് അതിനെക്കുറിച്ച് മനനം ചെയ്ത് ജീവിതത്തെ ധന്യമാക്കി ഇല്ലാത്ത അവസ്ഥയെ പ്രാപിക്കുന്നു. എല്ലാവർക്കും ആത്മസാക്ഷാത്കാരം ലഭിക്കുവാനുള്ള വിവിധ മാർഗങ്ങളെ ഭഗവാൻ ഉപദേശിക്കുകയാണ് ചെയ്യുന്നത്. ആത്മസാക്ഷാത്കാരത്തിന് അഥവാ മോക്ഷത്തിന് ഒരു മാർഗം മാത്രമേ ഉള്ളൂവെന്നും അത് താൻ പറയുന്ന മാർഗം മാത്രമാണെന്നും ഭഗവാൻ പറയുന്നില്ല. ഓരോരുത്തരുടെയും ശാരീരിക, മാനസിക, ബൗദ്ധിക വാസന ഗുണങ്ങളെ അനുസരിച്ച് അനുയോജ്യമായ മാർഗങ്ങൾ സ്വീകരിച്ച് ലക്ഷ്യത്തിലേക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ മതി. മാർഗങ്ങൾ ഏതായാലും ലക്ഷ്യം ഒന്നു തന്നെ എന്നിവിടെ ഭഗവാൻ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോ അന്യേ ത്വേവം അജാനന്ത ശ്രുത്വാന്യേഭ്യ ഉപാസതേ തേപി ചാതി തരന്ത്യേവ ച അതി തരന്ത്യേവ മൃത്യും ശ്രുതിപരായണാഹ. അതാണ് ഇവിടെ പറയുന്നത്. അടുത്തത് നമുക്ക് 28ാമത്തെ ശ്ലോകം, 26ാമത്തെ ശ്ലോകം നോക്കാം. യാവത് സംജായതേ കിഞ്ചിത് സത്വം സ്ഥാവര ജംഗമം ക്ഷേത്രജ്ഞ സംയോഗാത് തദ്വിദ്ധി ഭരതർഷഭ. അപ്പോ നോക്കാം നമുക്ക്. ഭരതർഷഭ എന്ന് പറയുന്നത് അർജുന, അല്ലയോ അർജുന. സ്ഥാവര ജംഗമം, സ്ഥിരമായിട്ടിരിക്കുന്നതും ഇങ്ങനെ എന്താ പറയാ സ്ഥിതി അല്ലാതിരിക്കുന്നതും ഇങ്ങനെ ചലിക്കുന്നതും, അതായത് സ്ഥാവരമോ ജംഗമമോ ആയ യാവത് കിഞ്ചിത് സത്വം, എങ്കിലും ഒന്നുണ്ടാകുന്നുവോ, സംജായതേ, അതാണ് യാവത് കിഞ്ചിത് സത്വം സംജായതേ, എങ്കിലും ഒന്നുണ്ടാകുന്നുവോ, തത് ക്ഷേത്രജ്ഞ എന്ന് പറഞ്ഞാൽ അത് ക്ഷേത്രജ്ഞന്മാരുടെ സംയോഗം കൊണ്ടാണ്, വിദ്ധി എന്നറിയുക എന്നാണ് ഇവിടുത്തെ. ഇനി നമുക്കിതിന്റെ തത്വം എന്തെന്ന് നോക്കാം. ലോകത്തുള്ള ഇളകാത്തതും ഇളകുന്നതുമായ സ്ഥാവര ജംഗമം, ഇളകാത്തതും ഇളകുന്നതുമായ പദാർത്ഥങ്ങളെല്ലാം ക്ഷേത്രവും ക്ഷേത്രജ്ഞനും തമ്മിലുള്ള ബന്ധം കൊണ്ടാണ് ഉണ്ടാവുന്നതെന്ന് പറയുന്നു. ഇനി ക്ഷേത്രം പ്രകൃതിയും ക്ഷേത്രജ്ഞൻ പുരുഷൻ എന്നും നാം നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ പ്രകൃതി പുരുഷ സംയോഗത്തിലാണ് പ്രപഞ്ചമുണ്ടായത്. എന്നാൽ ഇത് യാഥാർത്ഥ്യമാണോ? പരമാത്മാവിൽ പ്രകൃതി അന്തർലീനമാണ്. പരമാത്മാവിൽ നിന്ന് വേർപെട്ട് പ്രകൃതിക്ക് ഉണ്മയില്ല.
അപ്പോൾ ഇവ രണ്ടും തമ്മിലുള്ള സംയോഗവും യാഥാർത്ഥ്യമല്ല, പക്ഷേ അങ്ങനെയാണെന്ന് തോന്നിപ്പിക്കുന്നു. നമ്മള് പല ഭാഗങ്ങളിൽ പറയുന്നുണ്ട്, അതായത് ഈ സന്ധ്യാ സമയത്ത് നമ്മൾ പറയുന്നുണ്ട്, ഈ കയറ് കണ്ടിട്ട് കാലറച്ചു പോകും. നമ്മൾ പല ഭാഗങ്ങളിൽ നമ്മളത് പറഞ്ഞിട്ടുണ്ട്. പാമ്പാണെന്ന് തെറ്റിദ്ധരിക്കും. വേണ്ട, പാതിരാത്രിക്ക് നടന്നു പോകുമ്പോൾ ഒരു വെള്ള വസ്ത്രം ഒരു മരത്തിന്റെ മരക്കൊമ്പിൽ ഇങ്ങനെ തൂക്കിയിട്ടാൽ നമ്മൾ പെട്ടെന്ന് പേടിച്ചു പോകും. ഒരു പ്രേതമാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും. നന്നായിട്ട് ടോർച്ചടിച്ച് നോക്കി കഴിയുമ്പോഴാണ് അത് വെറും തുണിയാണെന്ന് മനസ്സിലാവുന്നത്. ഇങ്ങനെയുള്ളതായ തോന്നിപ്പിക്കുന്നത്, കയറിൽ പാമ്പിനെ ഇരുട്ടിൽ തോന്നിപ്പിക്കുന്നത് പോലെയാണ് എന്ന് പറഞ്ഞതുപോലെ ഇങ്ങനെ തോന്നുന്നതാണ്. ഒരാൾ അവിടെ നിൽക്കുകയാണെന്ന് തോന്നിപ്പോകും. ഒരു തുണി, ഒരു വെള്ളത്തുണി അവിടെ തൂക്കിയിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ പാതിരാത്രിക്ക് അങ്ങോട്ട് നടന്നു പോകുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കും, അവിടെ അവിടെ ഒരു നീളമുള്ള ഒരാൾ അവിടെ നിൽക്കുന്നുണ്ട് എന്ന് തെറ്റിദ്ധരിച്ചു പോകും. അതാണ് സത്യത്തിൽ അവിടെ അങ്ങനെ ഒരു കാര്യമില്ല. സങ്കല്പമായ പ്രകൃതിയാകുന്ന ക്ഷേത്രത്തിൽ അഭിമാനിക്കുക, കാരണം പരമാത്മാവ് ക്ഷേത്രജ്ഞനായിത്തീരുന്നു. അങ്ങനെ ക്ഷേത്രജ്ഞനും ക്ഷേത്രവും തമ്മിലുള്ള ബന്ധത്തിൽ സർവചരാചരങ്ങളും ജനിക്കുന്നു. വാസ്തവത്തിൽ ഇതൊരു വിഭ്രാന്തിയാണ്, എന്നാൽ യാഥാർത്ഥ്യമാണെന്ന് ജനങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇപ്പോ ലോകം മായയാണെന്ന് പറയുന്നുണ്ട്. ഈ പ്രപഞ്ചത്തിൽ മുഴുവനും മായയാണ്, മായ കൊണ്ടുണ്ടാകുന്നതാണ് ഓരോ കാര്യങ്ങളും. അത് സത്യമല്ല എന്നുള്ളതാണെങ്കിൽ പോലും നമ്മൾ ഇതെല്ലാം കണ്ട് അനുഭവിച്ചു വരുന്നത് കൊണ്ട് ഇതെല്ലാം സത്യമാണ്, ഇങ്ങനെ തന്നെയാണ് എന്ന് നമ്മൾ മുന്നോട്ട് ചിന്തിച്ചു പോവുകയും ചെയ്യുന്നു. അതാണ് ഭഗവാന്റെ പ്രസ്തുത വിശദീകരണം. വേദാന്ത തത്വങ്ങളെ ഹൃദിസ്ഥമാക്കി അത് സാധന ചെയ്യുന്ന യോഗിക്ക് മാത്രം മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. തത്വങ്ങൾ മനസ്സിലാക്കി വരുന്ന പ്രാഥമിക ഘട്ടത്തിലുള്ളവർക്ക് ഇത് മനസ്സിലാക്കാൻ വിഷമമായിരിക്കും. നമ്മളിപ്പോ ഇത്രയും കുറെ പഠിച്ച് വന്നത് കൊണ്ട് നമുക്കിത് മനസ്സിലാകുന്നുണ്ട്. ഇനി നമുക്ക് 27ാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം. സമം സർവേഷു ഭൂതേഷു തിഷ്ടന്തം പരമേശ്വരം വിനശ്യൽസ്വ വിനശ്യന്തം യ പശ്യതി സ പശ്യതി. കാണുക. അപ്പൊ സർവേഷു ഭൂതേഷു, സർവചരാചരങ്ങളിലും സമം തിഷ്ടന്തം, ഒരേപോലെ അധിവസിക്കുന്ന പരമേശ്വരനെ, പരമ ഈശ്വരൻ, ജഗത്തിനും സർവവ്യാപിയായിരിക്കുന്ന ആ ഈശ്വരനെ. അപ്പോഴോ വിന്യസ്യൽസു അവിനശ്യന്തം, നശ്വര വസ്തുക്കളിൽ അനശ്വരനായിരിക്കുന്നത് ആരാണ്? അതാണ് ഇവിടെ പറയുന്നത്. നശ്വര വസ്തുക്കളിൽ അനശ്വരനായിരിക്കുന്നത് യ പശ്യതി, ആരാണോ കാണുന്നത്, യ പശ്യതി, ആരാണോ കാണുന്നത്, സ പശ്യതി, അവനത്രേ സത്യദർശകൻ എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് നോക്കാം. ഭഗവാൻ സർവചരാചരങ്ങളിലും ഒരുപോലെ അധിവസിക്കുന്നുണ്ട് എന്ന് നമ്മൾ എത്രയോ കാലമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നമുക്കറിയാം, നരസിംഹസ്വാമിയുടെ കാര്യം തന്നെ തൂണിൽ നിന്നും പുറത്തു വന്നു അല്ലെ. ഈ തൂണിലുമുണ്ട് തുരുമ്പിലുമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എന്നാ ഈ തൂണിലുണ്ടോ എന്ന് ചോദിച്ചപ്പോ പെട്ടെന്ന് അത് വെട്ടിയപ്പോൾ ഭഗവാൻ നരസിംഹ രൂപത്തിൽ തിരിച്ചു വന്നു, പുറത്തേക്ക് വന്നു എന്നതുപോലെ സർവചരാചരങ്ങളിലും ഈശ്വരൻ ഒരേപോലെ അധിവസിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് പല കാര്യങ്ങൾ കൊണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. നമുക്ക് ചുറ്റുമുള്ള സർവചരാചരങ്ങളിൽ നമ്മിൽ കുടികൊള്ളുന്ന പരമാത്മാവ് തന്നെയാണ് നിലനിൽക്കുന്നതെന്ന ബോധം സാധകനെ ആത്മസാക്ഷാത്കാരത്തിലേക്ക് നയിക്കുന്നു. ഒരു സാധകൻ എത്ര വേദാന്ത ഗ്രന്ഥങ്ങൾ വായിച്ചു, എത്ര മണിക്കൂർ ധ്യാനം പരിശീലിച്ചു, എത്ര ആത്മീയ ഗ്രന്ഥങ്ങൾ എഴുതി എന്നൊന്നും കണക്കാക്കിയല്ല ആത്മസാക്ഷാത്കാരം ലഭിക്കുന്നത്. ഒരു സാധകൻ എന്തെല്ലാവോ ഒക്കെ ചെയ്യുന്നുണ്ടാവും, കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവാം, എഴുതിയിട്ടുണ്ടാവാം, വായിച്ചിട്ടുണ്ടാവാം, പഠിച്ചിട്ടുണ്ടാവാം. എന്നാലും അതൊന്നും മുൻനിർത്തിയല്ല ആത്മസാക്ഷാത്കാരം ലഭിക്കുന്നത്. നശിക്കുന്ന എല്ലാ വസ്തുക്കളിലും ഭഗവത് ചൈതന്യത്തെ എപ്പോഴാണ് ഒരു സാധകന് വിഷമമില്ലാതെ ദർശിക്കുവാൻ സാധിക്കുന്നത്, അപ്പോൾ അവന് ആത്മബോധമുണ്ടാകുന്നു. ഒന്നും കൂടി പറയാം.
ഈ നശിക്കുന്ന വസ്തുക്കൾ പോലും, എല്ലാ വസ്തുക്കളിലും ഭഗവത് ചൈതന്യത്തെ, നശിക്കുന്ന എല്ലാ വസ്തുക്കളിൽ പോലും ഭഗവത് ചൈതന്യത്തെ ദർശിക്കാൻ സാധിക്കുന്നത് അപ്പോൾ മാത്രം, അപ്പോഴാണ് അവന് ആത്മബോധമുണ്ടാകുന്നത്. അപ്പൊ എല്ലാം ഈശ്വര നിർമ്മിതമാണ്, ഈശ്വരൻ എല്ലായിടത്തും ഉണ്ട് എന്നുള്ള വസ്തുത നമുക്ക് ബോധത്തിലേക്ക് ലയിച്ച് പുറത്തേക്ക് വരുന്നുണ്ടോ, അപ്പോഴാണ് നമുക്ക് ആത്മസാക്ഷാത്കാരം ഉണ്ടാകുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. ആത്മബോധം സാധകനെ ആത്മസാക്ഷാത്കാരത്തിലേക്ക് നയിക്കുന്നു. വേദാന്ത പഠനവും മറ്റ് ആത്മീയ പ്രവർത്തനങ്ങളുമെല്ലാം ആത്മബോധം വളർത്താൻ വേണ്ടി സഹായിക്കുന്ന ഘടകങ്ങളാണ്. അതുപോലെ അതിനപ്പുറത്തേക്ക് സാധകന്റെ മനോബുദ്ധികൾ പ്രവേശിച്ച് സർവവ്യാപിയായ ഭഗവാനിൽ അഭിരമിക്കണം. അതാണ് ആത്മജീവിതത്തിന്റെ സാഫല്യം. നമ്മൾ ഇത് തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ധ്യാന യോഗത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഫലത്തെ ആശ്രയിക്കാതെ കർത്തവ്യ കർമ്മം ചെയ്യുന്നത് തന്നെയാണ് യോഗവും സന്യാസവും. ശത്രുവും ബന്ധുവും മനുഷ്യന്റെ ഉള്ളിൽ തന്നെയാണ്. ഫലത്തെ ആശ്രയിക്കാതെ കർത്തവ്യ കർമ്മം ചെയ്യുന്നതാണ് യോഗവും സന്യാസവും എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അതുകൊണ്ട് സ്വയം ഉദ്ധരിക്കുവാൻ പരിശ്രമിക്കുക. സ്വയം നമ്മെ തന്നെ നാം ഉദ്ധരിക്കുക, സ്വയം ഉദ്ധരിക്കുക. ഇതൊക്കെ വായിച്ചു മനസ്സിലാക്കി ഇതിനുള്ളിലെ അന്തസത്തെ എല്ലാം അറിഞ്ഞ് നമ്മൾ സ്വയം നമ്മെ തന്നെ നാം സ്വയം ഉദ്ധരിക്കുക എന്നാണ് പറയുന്നത്. പിന്നെ മനുഷ്യരെ തന്റെ പ്രതിരൂപങ്ങളായി കരുതി അവരുടെ സുഖദുഃഖങ്ങൾ തന്റെയും സുഖദുഃഖങ്ങളായി വിചാരിക്കുക. അതുപോലെ ചഞ്ചലമായ മനസ്സിനെ പരിശീലനം കൊണ്ടും ദൃഢനിശ്ചയം കൊണ്ടും നിയന്ത്രിക്കുക. യുക്തമായ ആഹാരവും വിനോദവും പ്രവൃത്തിയും നിദ്രയും ശീലമാക്കിയവർക്കേ യോഗിയാകാൻ സാധിക്കുകയുള്ളൂ. സാധകന്റെ മുജ്ജന്മ ജ്ഞാനം പുനർജന്മത്തിൽ സഹായിക്കും. ഇതൊക്കെ നമ്മളിവിടെ ഈ ധ്യാന യോഗത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞ കാര്യമാണ്. അപ്പൊ അതിന്റെ ഒരു എന്താ പറയാ, ഒരു വീണ്ടും കുറച്ചും കൂടി ഗഹനമായിട്ട് നമ്മെ പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണ് നമ്മളിപ്പോ ഈ കണ്ടത്. ഈ 3 ശ്ലോകങ്ങളിലൂടെ ഇതാണ് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ പ്രധാനപ്പെട്ടത്. ഹരിയോം. ഇത്രയും സമയം ഹരിയോം അക്ക. സന്തോഷം. ഹരിയോം. ഹരിയോം അക്ക. അടുത്തത് 28, 29, 30 ശ്ലോകങ്ങളുടെ ഗൈഡൻസ് നൽകാൻ രമാക്കയെയും റിപ്പീറ്റേഷൻ ചെയ്യാൻ വസുമതി അക്കയെയും വിശദീകരണത്തിനായി ജയരാജണ്ണനെയും ക്ഷണിച്ചുകൊള്ളും. ഹരിയോം. ഹരിയോം. അടുത്തതായി നമുക്ക് ശ്ലോകം 28 നോക്കാം. സമം പശ്യൻ ഹി പത്ര സമവസ്ഥിതമീശ്വരം. സമം പശ്യൻ ഹി സർവത്ര സമവസ്ഥിതമീശ്വരം. നഹി നസ്ത്യാത്മനാത്മാനം തതോ യാതി പരാം ഗതിം. നഹി നസ്ത്യാത്മനാത്മാനം തതോ യാതി പരാം ഗതിം. സമം പശ്യൻ ഹി സർവത്ര സമവസ്ഥിതമീശ്വരം. നഹി നസ്ത്യാത്മനാത്മാനം തതോ യാതി പരാം ഗതിം. സമം പശ്യൻ ഹി സർവത്ര സമവസ്ഥിതമീശ്വരം. നഹി നസ്ത്യാത്മനാത്മാനം തതോ യാതി പരാം ഗതിം. അടുത്തതായി ശ്ലോകം 30. പ്രകൃത്യൈവ ച കർമാണി ക്രിയമാണാനി സർവശഃ. പ്രകൃത്യൈവ ച കർമാണി ക്രിയമാണാനി സർവശഃ. യഃ പശ്യതി തദാത്മാനം അകർത്താരം സ പശ്യതി. യഃ പശ്യതി തദാത്മാനം അകർത്താരം സ പശ്യതി. പ്രകൃത്യൈവ ച കർമാണി ക്രിയമാണാനി സർവശഃ. യഃ പശ്യതി തദാത്മാനം
അകർത്താരം സ പശ്യതി. ന പശ്യതി ജഗാത്മാനം അകർത്താരം തപശ്യതി. അടുത്തതായി ശ്ലോകം 31. യഥാ ഭൂത പൃഥക് ഭാവം ഏകസ്തമനുപശ്യതി. യഥാ ഭൂത പൃഥക് ഭാവം ഏകസ്തമനുപശ്യതി. തത ഏവ ച വിസ്താരം ബ്രഹ്മ സമ്പദ്യത്തെ തദാ. തത ഏവ ച വിസ്താരം ബ്രഹ്മ സമ്പദ്യത്തെ തദാ. യഥാ ഭൂത പൃഥക് ഭാവം ഏകസ്തമനുപശ്യതി തത ഏവ ച വിസ്താരം ബ്രഹ്മ സമ്പദ്യത്തെ തദാ. യഥാ ഭൂതപദക് ഭാവം ഏകസ്തമനുപശ്യതി തദ ഏവ ച വിസ്താരം ബ്രഹ്മ സമ്പദ്യത്തെ തദാ. ഹരി ഓം. നമുക്ക് അടുത്തതായി വ്യാഖ്യാനം ശ്രവിക്കാം. ഹരി ഓം. ഓം നമോ ഭഗവതി വാസുദേവായ. 13ാമത്തെ അധ്യായം ക്ഷേത്രജ്ഞ വിഭാഗ യോഗം. അതിലെ 28, 29, 30 ശ്ലോകങ്ങളാണ് ഇവിടെ പറയുന്നത്. 28ാമത്തെ ശ്ലോകം 27ാമത്തെ ശ്ലോകത്തിന്റെ നേരെ തുടർന്നുള്ള ഭാഗങ്ങൾ തന്നെയാണ് 28ാമത്തെ ശ്ലോകം. അപ്പൊ അതിൽ സമം പശ്യൻ ഹി സർവത്ര ഈ ജഗത്തിലുടനീളം, ജഗത്തിൽ ഈ പ്രപഞ്ചത്തിൽ മുഴുവനും സമം തുല്യമായിരിക്കുന്ന, ഒരുപോലെ ഇരിക്കുക. സമവസ്ഥിതം ഈശ്വരം, ഒരുപോലെ നിറഞ്ഞിരിക്കുന്ന ചൈതന്യം. ഈശ്വരൻ ഈ പ്രപഞ്ചത്തിൽ ഒരുപോലെ നിറഞ്ഞിരിക്കുന്ന ചൈതന്യം. പശ്യൻ ഹി, അങ്ങനെ കാണുന്നവൻ, ഉൾക്കൊള്ളുന്നവൻ, ദർശിക്കുന്നവൻ. ആത്മാനം രണ്ടാത്മാനമുണ്ട് ഇതിൽ. ആദ്യത്തെ ആത്മാനം നമ്മുടെ മനസ്സിനെയാണ് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തേത് ആ ഭഗവത് ചൈതന്യം, ഭഗവാനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ആത്മാനം ന ഹിനസ്തി, ഹനിക്കുന്നില്ല, അതായത് അധപ്പതിക്കുന്നില്ല. തതോ യാതി തദഹ, അതുവഴി യാതി എത്തിച്ചേരുക. എവിടെയാണ് എത്തിച്ചേരുക? പരാം ഗതിയും, പരമമായ സ്ഥാനത്തേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. ആ ഉന്നതമായ സ്ഥാനത്തേക്ക് ഇത് മനസ്സിലാക്കുന്നവൻ എത്തിച്ചേരുക ചെയ്യുന്നത്. ഇതിന്റെ അർത്ഥം നോക്കുകയാണെങ്കിൽ എല്ലായിടത്തും ഈ പ്രപഞ്ചം മുഴുവനും എല്ലാ ജീവജാലങ്ങളിലും കുടികൊള്ളുന്ന ആ പരമാത്മ ചൈതന്യത്തെ തന്റെ മനസ്സുകൊണ്ട് തുല്യമായി കാണാൻ കഴിയുന്നവൻ ഒരിക്കലും സ്വയം അധപ്പതിക്കുന്നില്ല. ആ ഒരു ജ്ഞാനം വഴി അവൻ പരമോന്നതമായ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തപ്പെടും എന്നാണ് ഈ ശ്ലോകത്തിന്റെ വിവർത്തനം പറയുന്നത്. അപ്പൊ ഇവിടെ കഴിഞ്ഞ 27ാമത്തെ ശ്ലോകത്തിലൊക്കെ പറഞ്ഞു കുറെ കാര്യങ്ങൾ. അതിനെ തുടർച്ച് തന്നെയാണ് ഇവിടെ വരുന്നത്. ഇതൊരു വേദാന്ത തത്വം തന്നെയാണ്, അതുകൊണ്ട് കുറെ അർത്ഥങ്ങൾ ഇതിനുണ്ട്. അപ്പൊ ആ ഒരു തത്വം തന്നെയാണ് ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ പരമാത്മ സ്വരൂപനായ ഭഗവാന്റെ തുല്യ നിലയിലുള്ള ചൈതന്യം, ഒരേപോലത്തെ ചൈതന്യമാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഉള്ള ഓരോ ജീവജാലങ്ങളിലും നിറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഒന്നിൽ കുറവോ ഒന്നിൽ കൂടുതലോ ഇല്ല. എല്ലാ ജീവജാലങ്ങളിലും, മനുഷ്യൻ മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളിലും ഒരേപോലെ ഉള്ള ആ ഒരു അളവിലുള്ള ഭഗവാന്റെ ചൈതന്യമാണ് ഉള്ളത്. അപ്പൊ ഭഗവാന് അതുകൊണ്ട് തന്നെ ആരോടും പ്രത്യേക വാത്സല്യമോ അല്ലെ വിരോധമോ അല്ലെങ്കിൽ ഒരാളോട് കൂടുതലായിട്ട് അടുപ്പം ഒന്നും ഭഗവാനില്ല. എല്ലാവരും ഒരുപോലെ തന്നെ ഭഗവാൻ കാണുന്നത്. സർവ്വചരാചരങ്ങളെയും ഒരുപോലെ തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ആ ഭഗവത് ചൈതന്യവും എല്ലാത്തിനും ഒരുപോലെ തന്നെയാണ് ഉള്ളത്. അപ്പൊ ഇത്തരത്തിലുള്ള ആ ഒരു അറിവ്, ഒരു ജ്ഞാനം നമ്മുടെ ഇത്തരം ഓരോ വ്യക്തികളിലും സ്വയം അധപ്പതിച്ചു പോകുന്നില്ല. ഇത്തരം ജ്ഞാനം കിട്ടിയ ഒരു വ്യക്തി അധപ്പതിക്കുന്നില്ല എന്ന് പറയുന്നത്. അപ്പൊ ജീവിതത്തിൽ എന്താണ് ഈ അധപ്പതനം എന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സ്, ഓരോ വ്യക്തിയുടെ മനസ്സ് പ്രകൃതിയിൽ ആനന്ദം തേടുന്നതാണ് നമ്മുടെ മനസ്സ്. അപ്പൊ ഭൗതിക ഊർജത്തിന്റെ ഉൽപ്പന്നമാണ് നമ്മുടെ മനസ്സ്. അപ്പൊ ഭൗതിക സുഖങ്ങളിലേക്ക് സ്വയമേ അത് ചാടിപ്പോകുന്നതാണ്. അതാണ് അതിന്റെ മനസ്സിന്റെ സ്വഭാവം. അപ്പൊ നാം നമ്മുടെ മനസ്സിനെ നിയന്ത്രണത്തിൽ മാത്രം സഞ്ചരിക്കുകയാണെങ്കിൽ അപ്പൊ ആഴത്തിലുള്ള ആ ഭൗതിക ബോധത്തിലേക്ക്, നമ്മളെ തൃഷ്ണയിലേക്ക്, അല്ലെ ആ ഒരു ആസക്തിയിലേക്ക് നമ്മൾ അധപ്പതിച്ചു പോവുകയാണ് ചെയ്യുക. അപ്പൊ ഈ സത്യം മനസ്സിലാക്കുന്ന ആരും തന്നെ ഈ കാര്യം അധപ്പതിച്ചു പോകുന്നില്ല. അങ്ങനെയാണ് ഇതിൽ പറയുന്നത്. അതാണ് മനസ്സിന്റെ അധപ്പതനം. ബുദ്ധിയുടെ സഹായത്തോടെ മനസ്സിനെ നിയന്ത്രിക്കുക, അത് മാത്രമാണ് ഇതിന്റെ ഒരു പോംവഴി. അപ്പൊ യഥാർത്ഥ അറിവ് നമ്മളെ ബുദ്ധിക്ക് പകർന്നു കൊടുക്കുക. അങ്ങനെ ബുദ്ധിയെ നമ്മൾ ശക്തിപ്പെടുത്തുക.
ആ ഒരു മഹത്തായ ജ്ഞാനം നേടിയ വ്യക്തിയുടെ മനസ്സിന് അവന്റെ മനസ്സിന് പ്രാപ്തി വരുത്തുകയാണ് വേണ്ടത്. അങ്ങനെയുള്ള ആ വ്യക്തി വളരെ ഉന്നതമായ മാനസിക സ്ഥിതിയിൽ എത്തിയവരാണ്. അവരുടെ ആ ലക്ഷ്യസ്ഥാനത്തേക്ക് അവർ എത്രയും പെട്ടെന്ന് എത്തിച്ചേരും എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. എല്ലാ കർമ്മങ്ങളും പ്രകൃതിയുടെ സ്വാധീനത്തിലാണ് നടക്കുന്നത്. മനസ്സിലാക്കുകയും സർവ്വചരാചരങ്ങളുടെ ജീവൻ തന്നെ ആണ് നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യം പകരുന്നത് എന്നുള്ള ഒരു ബോധം നമ്മുടെ കർമ്മോദത്തിൽ ജീവിതത്തിൽ കൊണ്ടുവരികയാണ് വേണ്ടത്. ഇപ്പൊ നമുക്ക് നമ്മുടെ മഹാന്മാരായ ഗുരുക്കന്മാരുടെ ഓരോരുത്തരുടെ ജീവിത കഥകൾ നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. അവർ ഇത്തരം കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സ്വയം പ്രാബല്യത്തിൽ കൊണ്ടുവരിക ചെയ്തത്. അപ്പൊ നമുക്കൊരു ഒരാൾ ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ ചട്ടമ്പി സ്വാമികളുടെ ജീവിതം നോക്കി ഉദാഹരണം എടുക്കുകയാണെങ്കിൽ അദ്ദേഹം എവിടെ ഏത് സ്ഥലത്ത് പോകുമ്പോൾ എല്ലാ സർവ്വചരാചരങ്ങളോടും അദ്ദേഹം സ്നേഹത്തോടുകൂടി പെരുമാറുന്നത് മാത്രമല്ല, ഏത് ചരാചരങ്ങളെ കണ്ടു കഴിഞ്ഞാലും അവരോട് സ്നേഹം പങ്കിട്ടുകൊണ്ട് മാത്രമേ അദ്ദേഹം അവിടെ പോകാറുള്ളൂ. വഴിയിൽ കണ്ട ഏതോ മൃഗങ്ങളായിക്കോട്ടെ, വന്യമൃഗങ്ങളായിക്കോട്ടെ, ചെറിയ ഉറുമ്പുകളായിക്കോട്ടെ, ഏതിനോടും അദ്ദേഹം അതിനോട് ആ സ്നേഹം, ഉള്ളിലുള്ള സ്നേഹം പങ്കിട്ട് മാത്രമേ അതിനോട് പരിചയപ്പെട്ട് മാത്രമേ അദ്ദേഹം അവിടെ നീങ്ങി പോകാറുള്ളൂ. അപ്പൊ അദ്ദേഹത്തെ ഒരു ദിവസം അദ്ദേഹത്തിന്റെ സുഹൃത്ത് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. അപ്പൊ ക്ഷണിച്ചപ്പോൾ സ്വാമികളുടെ വീട്ടിലെത്തുമ്പോൾ ആ ഒരു ചെറിയ കുടിലാണ്. അപ്പൊ വീട്ടിലെത്തുമ്പോൾ ആ മുറ്റത്ത് നിറച്ച് ഉറുമ്പുകൾ നിൽക്കുന്നുണ്ട്. അപ്പൊ ഈ അദ്ദേഹം ഗൃഹസ്ഥൻ എന്ത് ചെയ്തു, അവിടെ എല്ലാം അടിച്ചു വാരി കളയാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ സ്വാമികൾ പറയാൻ അത് നിർത്ത് തടയാ ചെയ്തത്, അത് ചെയ്യാൻ പാടില്ല, കുറച്ച് അരിപ്പൊടി കൊണ്ടുവന്ന് പറയും. അങ്ങനെ അരിപ്പൊടി അദ്ദേഹം കൊണ്ടുവന്ന് അരിപ്പൊടി ഉറുമ്പുകൾക്ക് കൊടുത്ത് ഉറുമ്പുകളെല്ലാം അദ്ദേഹം വിളിച്ചു. അപ്പൊ എല്ലാ ഉറുമ്പുകളും അദ്ദേഹത്തിന്റെ കാലുകളിൽ വന്ന് പൊതിയ ചെയ്തത്. പൊതിച്ച് അങ്ങനെ പിന്നെ സ്നേഹത്തോടു കൂടി തിരിച്ചായി അദ്ദേഹം പറഞ്ഞപ്പോ തന്നെ എല്ലാം പോയി അത്. അപ്പൊ അദ്ദേഹം പറയാണ് ഈ കാര്യങ്ങൾ എല്ലാ ജീവജാലങ്ങളോടും നമ്മുടെ ഉള്ളിലുള്ള ആത്മാർത്ഥ സ്നേഹത്തോടു കൂടി ആ ഈ ജീവികളോട് പറഞ്ഞാൽ അവരുടെ ആ സ്നേഹത്തിന്റെ ഭാഷയിൽ അവർക്ക് മനസ്സിലാവും, അവരുടെ ഭാഷയിൽ തന്നെ അത് പ്രതികരിക്കുകയും ചെയ്യുന്നതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും ഇത് ഉദാഹരണമായി കാണാവുന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പൊ ഒരു വീട്ടിൽ കുറെ ഉറുമ്പുണ്ടെങ്കിൽ അവരോട് ഈ കാര്യം സ്നേഹത്തോട് പറഞ്ഞാൽ അവർ കുറച്ച് സമയം കൊടുത്താൽ അവരാണ് മാറിപ്പോകുന്ന അദ്ദേഹം പറയുന്നത്. അതേപോലെ തന്നെ അദ്ദേഹം മറ്റൊരു സുഹൃത്തിന്റെ വീട്ടിൽ പോയപ്പോൾ മതിലല്ല വേലിക്കെട്ടുണ്ട്, ആ വീടിന് പോകുന്ന വഴിക്ക് കുറെ വേലിക്കെട്ടുണ്ട്. ആ വേലിക്കെട്ടുന്ന സ്ഥലത്ത് നിന്ന് കുറെ കുട്ടികൾ അവിടെ കളിക്കുന്നുണ്ട്. അപ്പൊ കുട്ടികൾ ഈ വള്ളികളെല്ലാം പിടിച്ച് വലിച്ച് കളിക്കുന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന് അവരെ തടഞ്ഞിട്ട് പറഞ്ഞു, ഈ ജീവജാലങ്ങളൊക്കെ നമ്മളെ പോലെ തന്നെയാണ്, അങ്ങനെ അതിനെ പിടിച്ച് പറിച്ച് വേദനിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ആ കുട്ടികളോട് പറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ കുട്ടികൾക്ക് ഇത് മനസ്സിലാകുന്നില്ല. അങ്ങനെ വേലിന്റെ അടുത്ത് നിന്ന് കുട്ടിയെ വേലിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ആ വള്ളികളോട് പറയാണ് ഈ കുട്ടിക്ക് സ്നേഹമായ തലോടൽ കൊടുക്കുന്നത്. അങ്ങനെ ഈ വള്ളി ഈ കുട്ടിയുടെ കൈകളിൽ ഇങ്ങനെ ചുറ്റി വരികയാണ് ചെയ്തത്. അപ്പൊ അദ്ദേഹം പറഞ്ഞപ്പോ തന്നെ തിരിച്ചുപോയി. അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ആത്മാവും തമ്മിലുള്ള സ്നേഹം എന്നാണ് പറയുന്നത്. അപ്പൊ അത് നമ്മുടെ ജീവിതത്തിലേക്ക് ഈ ഭഗവാനാണ് എല്ലാ ജീവജാലങ്ങളിലും കുടികൊള്ളുന്നു എന്നുള്ള ഒരു ബോധം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. അതാണ് അതിന്റെ ഉദാഹരണം. അദ്ദേഹത്തിന്റെ ജീവൻ തന്നെ ഒരു ഉദാഹരണം തന്നെയാണത്. അപ്പൊ ആ അറിവ് നമ്മുടെ ജീവിതത്തിൽ ഇപ്പം പകർത്താൻ നമ്മൾ ശ്രമിക്കേണ്ടത്. ഇനി നമുക്ക് അടുത്ത് 29ാമത്തെ ശ്ലോകം നോക്കാം. പ്രകൃത്യൈവ ച കർമാണി പ്രകൃതി ഏവ ച കർമാണി. ഇപ്പൊ ഭൗതിക പ്രകൃതിയുടെ സ്വഭാവം അനുസരിച്ചുള്ള കർമ്മങ്ങൾ, പ്രവൃത്തികൾ ക്രിയാമാനി സർവപ്രകാരത്തിലും ചെയ്യപ്പെടുന്നത്. പശ്യതി യാതൊരുവൻ ദർശിക്കുന്നു, യാതൊരുവൻ അത് കാണുന്നു. തദാത്മാനം അകർത്താരം അപ്രകാരമുള്ള ആത്മാവ് പ്രവർത്തനരഹിതനാണെന്ന് പശ്യതി അവൻ ദർശിക്കുന്നു. ഇതിന്റെ വിവർത്തനം വരുന്നത് ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഭൗതിക പ്രകൃതിയാൽ നിർവഹിക്കപ്പെടുന്നുവെന്നും ആത്മാവ് യഥാർത്ഥത്തിൽ ഒന്നും ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ദർശിക്കുന്നവൻ, യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നവൻ എന്നാണ് ഇതിന്റെ അർത്ഥം വരുന്നത്. ഇതും വലിയൊരു വേദാന്ത ചിന്തകൾ തന്നെയാണ്. അപ്പൊ ഈ അവസ്ഥയിൽ എത്തിച്ചേരണം എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും പ്രകൃതിയുടെ സ്വാധീനത്തിലാണ് നടക്കുന്നത്. ആത്മാവ് വെറും സാക്ഷി മാത്രമാണ് എന്നുള്ള അറിവ് യഥാർത്ഥ ജ്ഞാനം നമ്മളിൽ ഉണ്ടാക്കും. അതാണ് ഭഗവാൻ വേദാന്ത തത്വങ്ങൾ നമ്മുടെ ചിന്തകളിലേക്ക് പകരുകയാണ്. അപ്പൊ അത് സാഖ്യ ദർശനത്തിൽ നമ്മൾ കൂടുതലായി മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പൊ പ്രകൃതി പുരുഷൻ എന്ന തത്വമാണ് അതിൽ സാഖ്യ ദർശനത്തിൽ മുഖ്യമായിട്ടുള്ളത്. അപ്പൊ പ്രകൃതി പുരുഷൻ കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന പ്രകൃതി സാധാരണയുള്ള അവസ്ഥ, അതിന് ത്രിഗുണങ്ങളും തുല്യമായ അവസ്ഥയിലാണ്
ത്രിഗുണങ്ങൾ ഉണ്ടാകുക. ത്രിഗുണങ്ങൾ വെച്ചാൽ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. അപ്പൊ ഈ 3 ഗുണങ്ങളും പ്രകൃതിയിൽ സ്വാഭാവിക നിലയിൽ തുല്യാവസ്ഥയിലാണ് ഉണ്ടാകുക. പുരുഷൻ ചൈതന്യം ഈ പ്രകൃതിയിലേക്ക് കൂടിച്ചേരുമ്പോൾ ഈ അസന്തുലിത അവസ്ഥയിലേക്ക് പോവുകയാണ്. ഈ ത്രിഗുണങ്ങളുടെ അസന്തുലിത അവസ്ഥയാവുകയാണ്. അപ്പോൾ സത്വഗുണം കൂടുതലാണ് അവർക്ക് വന്നതെങ്കിൽ അത് വളരെ നിർമ്മലവും ശാന്തവും സ്വഭാവമുള്ള ഒരു വ്യക്തിയായിരിക്കും അദ്ദേഹം എല്ലാം വളരെ പക്വതയോടെ പ്രവർത്തിക്കുന്ന ആളായിരിക്കും. അതേസമയം രജോ ഗുണമാണ് കൂടുതലായി വന്നെങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ ആഗ്രഹങ്ങളും ആസക്തിയും കാമവും ക്രോധവും നിറഞ്ഞൊരു മനസ്സിന് ഉടമയായിരിക്കും അദ്ദേഹം. അതേസമയം തമോ ഗുണമാണ് കൂടുതലുണ്ടായതെങ്കിൽ അത് അജ്ഞത നിറഞ്ഞ പെരുമാറ്റത്തിനുടമയായിരിക്കും. എല്ലാ പ്രവൃത്തിയിലും അജ്ഞത അത് പുറത്തേക്ക് കാണും. അപ്പൊ ഇത് അടുത്ത അധ്യായത്തിൽ 14-ാമത്തെ അധ്യായത്തിനെ പറ്റി കൂടുതലായി പറയുന്നുണ്ട്. ഗുണത്രയ വിഭാഗയോഗത്തിൽ അതിൽ 6, 7, 8 ശ്ലോകങ്ങൾ ഈ 3 ഗുണങ്ങളെ പറ്റി വർണ്ണിക്കുന്നതാണ്. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഈ 3 ഗുണങ്ങളെ പറ്റി പറയുന്നതാണ് 6, 7, 8 ശ്ലോകങ്ങൾ. അപ്പൊ അതിനെപ്പറ്റി കൂടുതൽ പറയേണ്ട, അതെല്ലാം വിശദമായി ആ അധ്യായത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ അധ്യായത്തിൽ നമുക്ക് അതിനെപ്പറ്റി കൂടുതലായി മനസ്സിലാക്കാം. അപ്പോൾ ഓരോ ജീവജാലങ്ങളുടെ സ്വഭാവത്തിലുള്ള വൈരുദ്ധ്യത ഭൗതിക പ്രകൃതിയുടെ ആ ത്രിഗുണത്തിലുള്ള അവസ്ഥയെ അടിസ്ഥാനമാക്കിയാണ് ഉണ്ടായിട്ടുള്ളത്. പൂർവ്വജന്മങ്ങളിലുള്ള ആഗ്രഹത്തെ മുൻനിർത്തിയാണ് ത്രിഗുണങ്ങൾ അതുപോലെ അസന്തുലിത അവസ്ഥ ഉണ്ടാവുന്നത്. നമ്മുടെ ആത്മാവിന് നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യത്തിന് ഒരേ ഒരു അവസ്ഥയേ ഉള്ളൂ, അതൊരിക്കലും മാറുന്നില്ല എന്ന ഒരു സത്യമാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിനൊരു ഉദാഹരണം പറയുകയാണെന്ന് വെച്ചാൽ ഉദ്ധവഗീത ഭഗവാൻ സ്വർഗാരോഹണ സമയത്ത് ഉദ്ധവർക്ക് കൊടുക്കുന്ന ഉപദേശമാണ്. സ്വർഗാരോഹണ സമയത്ത് ഭഗവാൻ ഉദ്ധവരെ വിളിച്ച് പറയാണ്, ഉദ്ധവർ എല്ലാവർക്കും ഞാൻ പല വരങ്ങളും കൊടുത്തിട്ടുണ്ട്, പക്ഷെങ്കിൽ നിനക്ക് മാത്രം ഞാനൊന്നും തന്നിട്ടില്ല, എന്നാ എനിക്ക് വേണ്ട ചോദിക്കുമ്പോൾ ഉദ്ധവർ കുറെ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. എനിക്കിതൊന്നും വേണ്ട, ഇതിന് ഉത്തരം പറഞ്ഞാൽ മതി എന്ന് പറയുന്നത്. അപ്പോൾ കുരുക്ഷേത്ര യുദ്ധം ഉണ്ടായതിനെ പറ്റിയാണ് അദ്ദേഹം കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പൊ അതിന്റെ കുരുക്ഷേത്ര യുദ്ധം ഒഴിവാക്കാമായിരുന്നു. അപ്പോ ഇതുവരെ ഇത് ചോദിക്കുന്ന കുരുക്ഷേത്ര യുദ്ധത്തിന് ആധാരമായ ദുര്യോധനും ധർമ്മവും തമ്മിലുള്ള ചൂതുകളി, അത് അങ്ങേക്ക് ഇടപെട്ട് ആ സമയത്ത് അത് ഒഴിവാക്കാമായിരുന്നില്ലേ? അപ്പൊ അതിനെപ്പറ്റി കുറെ ചോദ്യങ്ങൾ അദ്ദേഹം ചോദിക്കുകയാണ്. അപ്പൊ അതിനുള്ള മറുപടി ഭഗവാൻ പറയാണ്, ഞാൻ എപ്പോഴും സർവം സാക്ഷിയായി തന്റെ ഉള്ളിൽ ഉണ്ട് എന്ന ഓരോ നിമിഷവും ഭഗവാൻ പറയാണ്, ഉദ്ധവ, ഈ ലോകത്തിൽ എല്ലാവരുടെയും ജീവിതം അവരവരുടെ കർമ്മത്തെ ആശ്രയിച്ചാണ് നടക്കുന്നത്. ഓരോരുത്തരുടെയും കർമ്മം ഞാനല്ല നിശ്ചയിക്കുന്നത്. ഒരാളുടെയും കർമ്മത്തിൽ ഞാൻ ഇടപെടാറുമില്ല. ഞാൻ വെറും സാക്ഷി മാത്രം. ഞാൻ നിന്നോടൊപ്പം അടുത്ത് നിന്നുകൊണ്ട് എന്തൊക്കെ നടക്കുന്നുവോ അവയൊക്കെ നിരീക്ഷിക്കുന്നു. അതാണ് എൻ്റെ ധർമ്മം. അപ്പൊ ഭഗവാന്റെ ധർമ്മം അതാണ്. അപ്പോൾ ഞാൻ എപ്പോഴും സർവം സാക്ഷിയായി തൻ്റെ കൂടെയുണ്ട് എന്ന് ഓരോ നിമിഷവും അറിയുകയും പൂർണ്ണമായി ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരാളിന് എങ്ങനെ തെറ്റുകളോ തിന്മയോ ചെയ്യാൻ കഴിയും? അങ്ങനെ ഒരാളിന് ഒരിക്കലും അധർമ്മം ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഭഗവാൻ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്, നമ്മൾ നിയന്ത്രിക്കാൻ ഉള്ളിലുണ്ട് എന്നുള്ളൊരു ബോധം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും തിന്മയുടെ വഴിയിലേക്ക് സഞ്ചരിക്കുകയില്ല എന്നാണ് ഈ കഴിഞ്ഞ ആ അധ്യായത്തിൽ പറയുന്നത്. അടുത്ത 30-ാമത്തെ അധ്യായം, സമയം കുറെ കഴിഞ്ഞു. യഥാ ഭൂത പൃഥക് ഭാവം, യഥാ എപ്പോൾ, ഭൂത ജീവികൾ ജീവജാലങ്ങൾ, പൃഥക് ഭാവം വൈവിധ്യമാർന്ന വൈവിധ്യം, യഥാഭൂത പൃഥക് ഭാവം എപ്പോൾ വൈവിധ്യമാർന്ന ജീവജാലങ്ങൾ ഏകസ്ഥം ഒരു സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നു. ഏകസ്ഥം അനുപശ്യതി ഒരേ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നതായി കാണുന്നു. തഥ ഏവ എപ്പോൾ മുതൽ തന്നെ വിസ്താരം ഒപ്പം ജനിച്ചത് ബ്രഹ്മ സമ്പത്യതേ ബ്രഹ്മഭൂതാവസ്ഥ പ്രാപിക്കുന്നു. ഒരേ ഭൗതിക പ്രകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന വൈവിധ്യമാർന്ന ജീവജാലങ്ങളെ അവരുടെ ആവിർഭാവങ്ങൾ എങ്ങനെ ആഴത്തിൽ എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അവന് മനസ്സിലാകും എല്ലാം ഒരേ സ്ഥലത്ത് തന്നെ ആണ് ഉണ്ടായിട്ടുള്ളത് എന്ന്. അനുഭവിക്കാൻ ഇടവരുന്നവൻ ബ്രഹ്മ സാക്ഷാത്കാരം നേടുന്നതാണ് ഈ ശ്ലോകത്തിന്റെ വിവർത്തനം വരുന്നത്. ഭൂമിയിൽ വൈവിധ്യമാർന്ന ജീവജാലങ്ങളുണ്ട്. നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ പറ്റാത്ത ഏകകോശ ജീവി മുതൽ വലിയ ജീവികൾ വരെ നമ്മുടെ ഈ പ്രപഞ്ചത്തിലുണ്ട്. അതിന്റെ ഉത്ഭവസ്ഥാനത്തെ പറ്റി എല്ലാം ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും അതിന്റെ എല്ലാം ചൈതന്യം നമ്മുടെ ഉള്ളിലെ ഈ ചൈതന്യം തന്നെയാണ് ഈ പ്രപഞ്ചം മുഴുവൻ നിയന്ത്രിക്കുന്ന ജീവജാലങ്ങളുടെ ആധാരം തന്നെ നമ്മുടെ ഉള്ളിലും ആ ചൈതന്യം തന്നെയാണ്. ഒരു സത്യം
ആരാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, സ്വന്തം അനുഭവത്തിൽ കൊണ്ട് അനുഭവിക്കുന്നത്, അത്തരം വ്യക്തികൾ ബ്രഹ്മസാക്ഷാത്കാരത്തിന് അർഹരായവർ ആണെന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ഈ ഏകത്വം ഹരിയോമണ്ണ 7:14 അപ്പൊ അത് അർത്ഥാണ് ഇതിന്റെ അകത്ത് വരുന്നത്. അപ്പൊ നമ്മളത് നമ്മുടെ മനസ്സിൽ ആ സത്യം അറിഞ്ഞ് നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക, അതാണ് ഇതിൽ അർത്ഥമാക്കുന്നത്. ഹരിയോം. സോറി അക്ക. ഹരിയോം ജയരാജണ. അടുത്തത് 31, 32, 33, 34 ശ്ലോകങ്ങൾ. ഗൈഡൻസ് രമാക്ക, റിപ്പീറ്റേഷൻ ദേവകി അക്ക, എക്സ്പ്ലനേഷൻ സിന്ധു അനന്തു അക്ക. ഹരിയോം. അടുത്തത് 31, ശ്ലോകം 31. അനാദിത്വാത് നിർഗുണത്വാത് പരമാത്മാ വ്യയഃ. അനാദിത്വാ നിർഗുണത്വാത് പരമാത്മായമവ്യയ. ശരീരസ്ഥോപി കൗന്ദേയ ന കരോതി ന ലിപ്യത്തെ. ശരീരസ്ഥോപി കൗന്ദേയ ന കരോതി ന ലിപ്യതേ. അനാദിത്വാത് നിർഗുണത്വാത് പരമാത്മായമവ്യയഃ. ശരീരസ്ഥോപി കൗന്ദേയ ന കരോതി ന ലിപ്യത്തെ. അനാദിത്വാത് നിർഗുണത്വാത് പരമാത്മായമവ്യയഃ. ശരീരസ്ഥാപി കൗന്ദേയ ന കരോതി ന ലിപ്യതേ. ശ്ലോകം 32. യഥാ സർവഗതം സൗഷ്മ്യാത് ആകാശം നോപലിപ്യത്തെ. യഥാ സർവഗതം സൗഷ്മ്യാ ആകാശം നോപലിപ്യത്തെ. സർവത്രാവസ്ഥിതോ ദേഹേ തദാത്മാനോപലിപ്യത്തെ. സർവത്രാവസ്ഥിതോ ദേഹേ തഥാത്മാനോപലിപ്യതേ. യഥാ സർവഗതം സൗഷ്മ്യാത് ആകാശം നോപലിപ്യത്തെ. സർവത്രാവസ്ഥിതോ ദേഹേ തദാത്മാനോപലിപ്യത്തെ. യഥാ സർവഗതം സൗഷ്മ്യാത് ആകാശം നോപലിപ്യതേ. സർവത്രാവസ്ഥിതോ ദേഹേ തഥാത്മാനോപലിപ്യതേ. ശ്ലോകം 33. യഥാ പ്രകാശയത്യേകഃ കൃഷ്ണം ലോകമിമം രവിഃ. യഥാ പ്രകാശയത്യേകഃ കൃഷ്ണം ലോകമിമം രവിഃ. ക്ഷേത്രം ക്ഷേത്രി തഥാ കൃഷ്ണം പ്രകാശയതി ഭാരത. ക്ഷേത്രം ക്ഷേത്രി തഥാ കൃഷ്ണം പ്രകാശയതി ഭാരത. യഥാ പ്രകാശയത്യേകഃ കൃഷ്ണം ലോകമിമം രവിഃ. ക്ഷേത്രം ക്ഷേത്രി തഥാ കൃഷ്ണം പ്രകാശയതി ഭാരത. യഥാ പ്രകാശയത്യേകഃ കൃഷ്ണം ലോകമിമം രവിഃ. ക്ഷേത്രം ക്ഷേത്രീ തഥാ കൃഷ്ണം പ്രകാശയതി ഭാരത. ശ്ലോകം 34. ക്ഷേത്ര ക്ഷേത്രജ്ഞയോരേവം അന്തരം ജ്ഞാനചക്ഷുഷാ. ക്ഷേത്ര ക്ഷേത്രജ്ഞയോരേവം അന്തരം ജ്ഞാനചക്ഷുഷാ. ഭൂതപ്രകൃതിമോക്ഷം ച യേ വിദുര്യാന്തി തേ പരം. ഭൂതപ്രകൃതിമോക്ഷം ച യേ വിദുര്യാന്തി തേ പരം. ക്ഷേത്ര ക്ഷേത്രജ്ഞയോരേവം അന്തരം ജ്ഞാനചക്ഷുഷാ. ഭൂതപ്രകൃതിമോക്ഷം ച യേ വിദുര്യാന്തി തേ പരം. ക്ഷേത്ര ക്ഷേത്രജ്ഞയോരേവം അന്തരം ജ്ഞാനചക്ഷുഷാ. ഭൂതപ്രകൃതിമോക്ഷം ച യേ വിദുര്യാന്തി തേ പരം.
इति श्रीमद्भगवद्गीतासु उपनिषत्सु ब्रह्मविद्यायां योगशास्त्रे श्रीकृष्णार्जुनसंवादे क्षेत्रक्षेत्रज्ञविभागयोगो नाम त्रयोदशो अध्यायः समाप्तः. ഹരി ഓം. അടുത്തതായി നമുക്ക് വ്യാഖ്യാനം കേൾക്കാം. ഹരി ഓം. ശ്ലോകം 32, 31 ചില ബുക്കില്, ഇതിൽ 32. ഇവിടെ കാണപ്പെടുന്ന ക്ഷേത്രം, അതായത് എല്ലാ വസ്തുക്കളുടെയും പുറമേയുള്ള രൂപം, ഒരു രൂപം, ചലിക്കുന്നവയുടെയും ചലിക്കാത്തവയുടെയും പുറമേയുള്ള രൂപം ക്ഷേത്രം തന്നെയാണ്. ഈ ക്ഷേത്രത്തിന് ചൈതന്യം കൊടുക്കുന്ന ക്ഷേത്രജ്ഞൻ, ആ ക്ഷേത്രജ്ഞന് ജഡമായിട്ടുള്ള ക്ഷേത്രത്തോട് ഒരു ബന്ധവും ഇല്ലാതെ കഴിയാൻ സാധിക്കുമോ? അതിന്റെ മറുപടിയാണ് ഈ ശ്ലോകം. അർജുന, അവ്യയഃ, ഒരു കുറവും ഇല്ലാത്ത, അതായത് എത്രയൊക്കെ രൂപമെടുത്താലും ആ ചൈതന്യത്തിന് ഒരു കുറവും സംഭവിക്കില്ല. അങ്ങനെയുള്ള സർവവ്യാപിയായ അയം പരമാത്മാ, ഈ പരമാത്മാവ് അനാദിത്വാദ്, തുടക്കം എവിടെയാണെന്ന് പറയാൻ സാധിക്കില്ല. നിർഗുണത്വാദ്, ഗുണാതീതമാണ്. അതുകൊണ്ട് തന്നെ ശരീരസ്ഥഃ അപി, ഏതൊക്കെ ശരീരങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു എങ്കിൽ പോലും ന കരോതി, സാക്ഷി രൂപേണ വർത്തിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ, വേറെ ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ന ലിപ്യതേ, ഒന്നും ബാധിക്കുന്നുമില്ല. ഒരു തരത്തിലും ഈ ആത്മാവ് ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെടുന്നില്ല. വൈദ്യുതി ഏതിലൂടെയാണോ, അതായത് ഏത് ഉപാധിയിലൂടെയാണോ കടത്തിവിടുന്നത്, അതിനനുസരിച്ച് അതിന്റെ ഉപയോഗം വ്യത്യാസമാണ്. ഫ്രിഡ്ജിന്റെ തണുപ്പോ ഹീറ്ററിന്റെ ചൂടോ വൈദ്യുതിയെ ബാധിക്കുന്നില്ല. പക്ഷെ വൈദ്യുതി ഇല്ലാതെ ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. ഇങ്ങനെയാണ് ഓരോ ക്ഷേത്രത്തിലും ക്ഷേത്രജ്ഞൻ കൂടിക്കൊള്ളുന്നത്. അടുത്ത ശ്ലോകം. സർവഗതം ആകാശം, സർവത്ര നിറഞ്ഞിരിക്കുന്ന ആകാശം. സൗക്ഷ്മ്യാത്, ഏറ്റവും സൂക്ഷ്മമായ പഞ്ചഭൂതങ്ങളിൽ ഒന്നാണ് ആകാശം. അതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണുകൊണ്ട് ആകാശത്തെ കാണാൻ സാധിക്കില്ല. ആകാശം എന്നാൽ സ്പേസ് എന്ന് പറയാം. അന്തരീക്ഷത്തിന്റെ ഭാവത്തെയാണ് നമ്മൾ ഇതുവരെ ആകാശമായി കാണുന്നത്, ഇപ്പോഴൊക്കെ കാണുന്നത്. യഥാ ന ഉപലിപ്യത്തെ, എപ്രകാരമാണോ ആകാശത്തിലൂടെ കടന്നു പോകുന്ന മേഘങ്ങളെയോ വായുവിനെയോ ഒന്നും കൂടി കലരാതെ ആകാശം അതായിട്ട് തന്നെ നിലനിൽക്കുന്നു. തഥാ ദേഹേ, അതുപോലെ ഈ ജഡദേഹത്തിൽ സർവത്ര അവസ്ഥിതഃ, സർവദേഹത്തിലും സ്ഥിതി ചെയ്യുന്ന ഈ ആത്മാവ് ന ഉപലിപ്യതേ, പക്ഷെ അതിനോട് ചേരുന്നില്ല. അങ്ങനെ ആകാശം സർവവ്യാപിയാണെങ്കിലും അതിന്റെ സൂക്ഷ്മഭാവം മൂലം മറ്റൊന്നിനോടും കൂടി കലരുന്നില്ല. വായുവിന് വെള്ളത്തിലും ചെളിയിലും മലത്തിലും എല്ലാം കടന്നുകൂടാം, എങ്കിലും അത് ഒന്നിനോടും കൂടി കലരുന്നില്ല. അങ്ങനെ തന്നെ ജീവാത്മാവും വിവിധ ശരീരങ്ങളിൽ ഇരുന്നാലും സൂക്ഷ്മഭാവം മൂലം അവയിൽ നിന്ന് അകന്നു നിൽക്കുന്നു. അടുത്ത ശ്ലോകം. ഒരേ ഒരു പരമാത്മാവ് എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ ചലിപ്പിക്കുന്നത്? അതിനും ഇവിടെ ഒരു ഉദാഹരണം പറയുകയാണ്. രവി ഏകഃ, സൂര്യൻ ഒറ്റയ്ക്ക്, ഇമം കൃത്സ്നം ലോകം, ഈ സമ്പൂർണ്ണ ജഗത്തിനെയും യഥാ പ്രകാശയതി, എപ്രകാരമാണോ പ്രകാശിപ്പിക്കുന്നത്, തഥാ അതുപോലെ, ഹേ ഭാരത, അല്ലയോ അർജുന, ക്ഷേത്രീ, ക്ഷേത്രജ്ഞനെ ഇവിടെ ക്ഷേത്രി എന്ന് പറയുന്നു. ആ പരമമായ ചൈതന്യം കൃത്സ്നം ക്ഷേത്രം പ്രകാശയതി, ചലിക്കുന്നതും ചലിക്കാത്തതുമായ മുഴുവൻ ജഗത്തിനെയും പ്രകാശിപ്പിക്കുന്നു. ഭാരതപുത്ര, സൂര്യൻ വിശ്വത്തിലെങ്ങും വെളിച്ചം പരത്തുന്നത് പോലെ ജീവാത്മാവ് ശരീരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ അതിനെ അവബോധത്താൽ പ്രകാശമാനമാക്കുന്നു എന്നാണ് പറയുന്നത്. അടുത്ത ശ്ലോകം. ഏവം ക്ഷേത്രജ്ഞയോഹോ അന്തരം, ഈ വിവരിച്ച പ്രകാരം ക്ഷേത്രത്തിന്റെയും ക്ഷേത്രജ്ഞന്റെയും പരസ്പര വ്യത്യാസം. ഭൂത പ്രകൃതി മോക്ഷം ച, ഇവിടെ ജഡവസ്തുക്കൾ ഉണ്ട് എന്ന തോന്നൽ, ഈ മായാപ്രകൃതിയിൽ നമ്മൾ ഭ്രമിക്കുന്നു. ഇതിൽ നിന്നൊക്കെ ഉള്ള മോചനം, മോക്ഷം, ഇതെങ്ങനെ സാധിക്കും? ഇതിനെക്കുറിച്ച് ജ്ഞാനചക്ഷുഷ, ആ അറിവാകുന്ന ആ കണ്ണ്, ആ ജ്ഞാനത്തിലൂടെ യേ വിദുഹു, ആര് അനുഭവിച്ച് അറിയുന്നുവോ, തേ പരം യാന്തി, അങ്ങനെയുള്ളവർ ആ പരമമായ സത്യത്തെ അറിയുന്നു, അവർ അതാവുന്നു എന്നാണ് പറയുന്നത്.
വെണ്ണയെ വേർതിരിച്ച് എടുക്കുന്ന പോലെ ആ ക്ഷേത്രത്തിൽ നിന്നും ക്ഷേത്രജ്ഞനെ മാറ്റി നിർത്തി അനുഭവിക്കാൻ സാധിക്കുമ്പോൾ ആത്മാനന്ദം ലഭിക്കുന്നു. ആ സത്യത്തെ അറിയാൻ സാധിക്കുന്നു, അത് ആയിത്തീരുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത്. നമുക്ക് ഹൃദയശുദ്ധി കൈവരണം. അതിനായിട്ട് ക്ഷേത്ര ദർശനം, നാമജപം തുടങ്ങിയ സാധനകൾ, ഒപ്പം സ്വാധ്യായം, ഭഗവത്ഗീത തുടങ്ങിയ ഗ്രന്ഥങ്ങളുടെ പാരായണവും പഠനവും, ഇതിനായിട്ടാണ് നമുക്ക് ഓരോ ജന്മവും കിട്ടിയത് എന്ന് മനസ്സിലാക്കി നമ്മുടെ കർമ്മവാസനയെ ഒടുക്കുക. അത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. അത് ഒടുക്കിയാൽ ഈ പറഞ്ഞ ചൈതന്യം അത് പ്രകാശിക്കും, അത് അനുഭവിക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഈശ്വരനെ അറിയാൻ മനസ്സുകൊണ്ടാണ് ശ്രമിക്കേണ്ടത്. ഓരോ നിമിഷവും ഭഗവാനുമായി വിശേഷങ്ങൾ പങ്കിടാൻ ശ്രമിക്കുക. ഇവിടെ എല്ലാം ഞാൻ തന്നെയാണെന്ന് പറയുന്നു. എൻ്റെ അംശമില്ലാത്ത ഒന്നും തന്നെ ഈ ലോകത്തിൽ ഇല്ല എന്ന് പറയുന്നുണ്ട്. ഇവിടെ ശരീരത്തിനും, അതായത് ക്ഷേത്രം, അതിനെ അറിയുന്നവനും, അതായത് ക്ഷേത്രജ്ഞൻ, തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയെന്ന് ജ്ഞാനദൃഷ്ടി കൊണ്ട് കാണാനും ഭൗതിക പ്രകൃതിയുടെ ബന്ധത്തിൽ നിന്ന് മുക്തി നേടാൻ ഉതകുന്ന പ്രക്രിയ എന്തെന്നറിയാനും കഴിവുള്ളവർ പരമപദം പ്രാപിക്കുന്നു എന്ന് ഭഗവാൻ പറയുന്നു. ഹരി ഓം അക്ക. അപ്പൊ ഇന്ന് ഇവിടെ അധ്യായം 13 ക്ഷേത്രജ്ഞ യോഗ വിഭാഗയോഗത്തിന്റെ അർത്ഥങ്ങള് നമ്മുടെ ഗിരിജ അക്കയും സിന്ധു അനന്തു അക്കയും നമുക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ്. നമ്മളത് ജീവിതത്തിലെ പാലിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോ നന്ദി പറയാം. ഇന്ന് ധ്യാന ശ്ലോകം ചൊല്ലിയ ധാത്രി ദേവി അക്കയ്ക്കും, ചാൻഡിങ് റിവിഷൻ ശ്ലോകങ്ങൾ ചൊല്ലിയ ബിനി അക്ക, EV നായരണ്ണ, ലതാ ദിവാകർ അക്ക, പ്രമീള അക്ക, വസുമതി അക്ക, ദേവകി അക്ക എന്നിവർക്കും, എക്സ്പ്ലനേഷൻ നൽകിയ ഗിരിജ അക്ക, ജയരാജനണ്ണ, സിന്ധു അനന്തു അക്ക, ബാക്കപ്പായി വന്ന ചാൻഡിങ് ഗൈഡൻസ് നൽകിയ രമ അക്ക, ബാക്കപ്പായിട്ട് പ്രീച്ചിതി അക്ക, പിന്നെ നമ്മുടെ ഈ ഗീത ക്ലാസ് റെക്കോർഡ് ചെയ്ത സുനൈന അക്ക, ഈ പ്രമുഖായിട്ടിരിക്കുന്ന സിന്ധു അക്ക, പ്രമോദ് അക്ക, എല്ലാവർക്കും സമിതിയുടെ പേരിലും എല്ലാ യോഗ ബന്ധുക്കളുടെ പേരിലും എന്റെ പേരിലും നന്ദി പറയാണ്. ഇപ്പൊ എല്ലാവർക്കും നേരെ ഇരിക്കാം, കണ്ണുകൾ മൃദുവായി അടയ്ക്കാം, മുഖത്ത് മന്ദഹാസം, ലോക കല്യാണ മന്ത്രം ചൊല്ലാം. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഹരി ഓം. ശാന്തി ശാന്തി ശാന്തി.